ഹലോ ഫ്രണ്ട്സ്, വണ്ടി ബെൻസ് C250 ആണ്. വണ്ടി ഏകദേശം 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ നല്ലോണം വൈബ്രേഷൻ ആകുന്നുണ്ട്. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ മിസ്സിങ്ങിൻ്റെ വൈബ്രേഷൻ അല്ല, അല്ലാതെ നമുക്ക് ഉള്ളിലിരിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ബുർന്നുള്ളൊരു സൗണ്ട് ഉള്ളിലേക്ക് നല്ലോണം ഹെവി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല എൻജിനിൽ ചെറിയൊരു ഷിവറിങ് ഉണ്ട്. ഇതുണ്ടല്ലേ, ഇങ്ങനെ മേലത്തെ കവറുകൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്. ആ ഷിവറിങ് ഉള്ളിലേക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്രേക്ക് പെഡലിലേക്ക് ആക്സിലേറ്റർ പെഡലിലൊക്കെ നമ്മൾ കാല് വയ്ക്കുമ്പോഴും നല്ലൊരു ഷിവറിങ് ഇതിനകത്തുണ്ട്. ഇത് കംപ്ലൈൻറ്റ് നോക്കിയപ്പോൾ എൻജിൻ ബെഡ് പക്കയായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എൻജിൻ ബെഡ് നമുക്കിത് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ജനറൽ സർവീസ് ഉണ്ട്. അതുപോലെ ബ്രേക്ക് പാഡ് ഇതിനകത്ത് മാറാനുണ്ട്. ബ്രേക്ക് പാഡും ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അത് നമുക്ക് ഔട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ബ്രേക്ക് പാഡ് ഒട്ടും തന്നെ ഇല്ല അതിനകത്ത്. അപ്പോൾ ബ്രേക്ക് പാഡ് മാറണം, അതുപോലെ ജനറൽ സർവീസ് ചെയ്യണം, അതുപോലെ എൻജിൻ ബെഡ് മാറണം. എൻജിൻ ബെഡ് ശരിക്കും ഉള്ളിലിരിക്കാനേ പറ്റുന്നില്ല. അത്രയും ഹെവി നോയ്സാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡോർ ഫുള്ള് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ ഭയങ്കര വൈബ്രേഷനാണ്. വൈബ്രേഷൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് മൂളിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഇതിൽ 2 ഹൈഡ്രോളിക് ബെഡാണ് വരുന്നത്. ഹൈഡ്രോളിക് ബെഡ് വീക്കായിട്ട് അതിൻ്റെ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് ആയിട്ട് എൻജിൻ്റെ വൈബ്രേഷൻ കംപ്ലീറ്റും ബോഡിയിലേക്ക് വരികയാണ്. ആ ബോഡിയിലേക്ക് വരുമ്പോഴാണ് ഈ നോയ്സ് കംപ്ലീറ്റും ഉള്ളിലേക്കും ഇൻറ്റീരിയറിലും എല്ലാം നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുക. ഇതിൽ കൂടുതൽ ഫീൽ ചെയ്യുന്ന ആക്സേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കമ്മിയാവും. നമുക്ക് റണ്ണിങ്ങിലൊന്നും ഈ ഒരു സൗണ്ട് ഫീൽ ആവുകയില്ല. ഈ ട്രാഫിക്കിലും അതുപോലെ ഐഡ്ലിങ്ങിലും നിർത്തിയിട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഇരിക്കുമ്പോഴും അപ്പോഴൊക്കെയാണ് ഇതിൽ ഹെവി ആയിട്ട് സൗണ്ട് നമുക്ക് ഉള്ളിലേക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ മൗണ്ടും ബ്രേക്ക് പാഡ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഞാനിത് ഓർഡർ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഐറ്റം എത്തിയത്. അപ്പോൾ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഞാൻ അയച്ചിട്ട് കാണിച്ചു തരാം. ഹൈഡ്രോളിക് മൗണ്ട് എത്രത്തോളം പോയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഞാൻ അയച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ബ്രേക്ക് പാഡിൻ്റെയും അതുപോലെ ബ്രേക്ക് പാഡും ജനറൽ സർവീസും എൻജിൻ ബെഡുമാണ് നമുക്കിത് ചെയ്യണം. എന്തായാലും ഞാൻ അഴിച്ചിട്ട് കംപ്ലൈൻറ്റ് പക്കയായിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ബെഡ് അഴിക്കാം. അതിനകത്ത് ഇതിനൊരു അണ്ടർ ഷീൽഡ് വരും. ആ ഷീൽഡ് ഇതിനകത്ത് മിസ്സിംഗ് ആണ്. ഇപ്പോൾ ഓയിലിൻ്റെ ഡ്രെയിനിട്ട് വരുന്നത് ഇതാണ്. 13-ൻ്റെ ഒരു ബോൾട്ടാണ് വരുന്നത്. നമുക്ക് എന്തായാലും ഓയിൽ ഡ്രെയിൻ ചെയ്യാം. അഴിച്ചിട്ട് ഫിൽറ്റർ വരുന്നത് നമുക്ക് ടോപ്പ് കവർ അഴിച്ചതിന് ശേഷം ഈ സൈഡായിട്ടാണ് വരുന്നത്. അതിന് കപ്പാണ് വരുന്നത്. ആ കപ്പ് അഴിച്ചു കഴിഞ്ഞാൽ ഈ സൈഡ് നമുക്ക് അതിൻ്റെ ഫിൽറ്റർ മാറ്റാം. അപ്പോൾ ഫിൽറ്റർ നമുക്ക് ഇതിനകത്ത് മാറ്റാം. ഫിൽറ്ററും ഓയിലും മാറ്റിയതിന് ശേഷം നമുക്ക് ബ്രേക്ക് പാഡും എൻജിൻ മൗണ്ടും ഇതിനകത്ത് മാറ്റാം. ഭാഗത്തായിട്ടാണ് എൻജിൻ ബെഡ് വരുന്നത്. എൻജിൻ ബെഡ് മാറാനായിട്ട് മുകളിലൊരു 13-ൻ്റെ ബോൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ താഴെ 2 ബോൾട്ടും കൂടെ ഉണ്ട്. ഈ ഭാഗത്തൊന്ന് ഈ സൈഡൊന്ന്, ഈ 2 ബോൾട്ട് ഉണ്ട്. ആ 2 ബോൾട്ട് അഴിച്ചിട്ട് നമുക്ക് ഹൈഡ്രോളിക് വെച്ചിട്ടൊന്ന് പൊക്കിയിട്ട് വേണം എൻജിൻ ബെഡ് മാറാനായിട്ട്. അതേപോലെ തന്നെ ഈ സൈഡും അതേ ലെവലിൽ തന്നെ ചെയ്തിട്ട് നമുക്ക് എൻജിൻ ബെഡ് മാറാം. പിന്നുള്ളത് ഗിയർ ബോക്സ് ബെഡാണ്. ഗിയർ ബോക്സ് ബെഡിന് വലിയ ബുദ്ധിമുട്ടില്ല. എന്തിനും ഞാൻ എൻജിൻ ബെഡ് മാറിയതിന് ശേഷം ഗിയർ ബോക്സ് ബെഡ് ഒന്ന് അഴിച്ച് നോക്കാം. എന്താണെന്ന് വെച്ചാൽ അത്രയും വൈബ്രേഷൻ ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റിയതിന് ശേഷം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഗിയർ ബോക്സ് ബെഡ് ഒന്ന് അഴിച്ച് കണ്ടീഷൻ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് നോക്കാം. ഇതിൻ്റെ എൻജിൻ ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസ് വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്. ഇത് കാണിച്ചു തരാം. അല്ലേ, ഓവർ ഡ്യൂ 30 days എന്ന് പറഞ്ഞിട്ട് സർവീസിൻ്റെ വാർണിംഗ് ലൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇനിയിപ്പോൾ ഓഫ് ചെയ്യണം. അത് ഓഫ് ചെയ്യാനായിട്ട് മാനുവലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീ എടുത്തതിന് ശേഷം കീ ഇട്ടിട്ട് ഒരു പ്രാവശ്യം ഓണാക്കുക ഫസ്റ്റ്. എന്ന് വെച്ചാൽ രണ്ടാമത്തെ സിഗ്നൽ ഓണാക്കുമ്പോഴാണ് നമ്മുടെ വാർണിംഗ് ലൈറ്റുകളൊക്കെ ഇങ്ങനെ തെളിയുന്നത്. ഇതുണ്ടല്ലേ, ഇത്രത്തോളം എല്ലാം തെളിയുന്നത് രണ്ടാമത്തെ കീയിലാണ്. അങ്ങനെ ചെയ്യരുത്. ഇത് ഫസ്റ്റ് കീയിൽ ഓണാക്കി നിർത്തുക. ഇങ്ങനെ ഫസ്റ്റ് ബട്ടൺ ഓണാക്കിയതിന് ശേഷം ഈ കോൾ ബട്ടൺ ഒന്ന് അമർത്തുക. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഓക്കെ ബട്ടണും അമർത്തുക. ഇത് അമർത്തി 1 സെക്കൻഡ് കഴിഞ്ഞ് ഇത് അമർത്തിയിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ച് 5 സെക്കൻഡ് കഴിയുമ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേ തെളിഞ്ഞു വരും. ഞാനത് കാണിച്ചു തരാം. എനിക്ക് ക്യാമറയും രണ്ടും കൂടെ ഒരുമിച്ച് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആക്കിയത്. ഇതുണ്ടല്ലേ,
നമ്മൾ ഈ കോൾ ബട്ടണും ഈ ഓക്കെ ബട്ടണും, കോൾ ബട്ടൺ അമർത്തി 1 സെക്കൻഡ് കഴിഞ്ഞത് ഓക്കെ ബട്ടൺ അമർത്തി ഒരു 5 സെക്കൻഡ് ആയത് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ വരും. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. വെഹിക്കിൾ ഡാറ്റ, റോളർ ടെസ്റ്റ്, അതുപോലെ അസിസ്റ്റ് പ്ലസ് നമ്മൾ എടുക്കുക. ഓക്കെ അടിക്കുമ്പോൾ ഇതിൽ സർവീസ് ഡേറ്റ് എന്ന് പറയുന്നുണ്ട്, ഫുൾ സർവീസ് ഉണ്ട്. നമ്മളതിൽ ഫുൾ സർവീസ് കൊടുക്കുക. അതിനുശേഷം സർവീസ് 1, സർവീസ് 3, സർവീസ് 4 അങ്ങനെ കൺഫേം ഫുൾ സർവീസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ കൺഫേം ഫുൾ സർവീസാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് നമ്മളിങ്ങനെ ആരോമർക്ക് താഴേക്ക് അമർത്തിയാൽ വരും. കൺഫേം ഫുൾ സർവീസ് അടിച്ചതിന് ശേഷം സർവീസ് ക്യാരിഡ് ഔട്ട്. അപ്പോൾ നമ്മളത് യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി കൺഫർമേഷൻ ചോദിക്കും. നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് അതിന് ഇൻഫർമേഷൻ തരുന്നത്. അപ്പോൾ നമുക്കത് ഒന്നുകൂടെ കൺഫേം കൊടുക്കുക. അപ്പോൾ ഫുൾ സർവീസ് കംപ്ലീറ്റഡ്. ഇനിയിപ്പോൾ നമുക്ക് കീ ഓഫ് ആക്കിയിട്ട് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ ആ വാർണിംഗ് ലൈറ്റ് ഇല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ബെൻസിൻ്റെ നമ്മൾ സി സീരീസിലുള്ള എല്ലാ വണ്ടികളുടെയും സർവീസ് വാർണിംഗ് ലൈറ്റ് നമ്മൾ മാനുവലായിട്ട് കെടുത്തുന്നത് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇനിയും വർക്ക് ഉണ്ട് ഇതിനകത്ത്. ഇനി എഞ്ചിൻ മൗണ്ട് മാറണം, ബ്രേക്ക് പാഡും മാറണം. അത് നമുക്ക് എന്തായാലും ഇപ്പോൾ ഞാൻ സർവീസിൻ്റെ ഭാഗം മാത്രമേ ക്ലിയർ ആക്കിയിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൂടെ നമുക്ക് ചെയ്യുന്നതോടുകൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ബ്രേക്ക് പാഡ് മാറാനായിട്ട് 2 ബോൾട്ട് അഴിച്ചതിന് ശേഷം ഇതിനൊരു ബ്രേക്കിൻ്റെ വിയർ ഇൻഡിക്കേറ്റർ സെൻസർ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ബോൾട്ട് അഴിച്ച് മാറ്റിയിട്ട് വേണം നമുക്കിത് പുറത്തെടുക്കാനായിട്ട്. എന്നിട്ട് അതൊരു പാഡിലൊരു ലോക്കായിട്ടാണ് കിടക്കുന്നത്. ഞാൻ അതിൽ കാണിച്ചു തരാം. ആ ലോക്ക് കറക്റ്റായിട്ട് ഇട്ടിട്ട് വേണം അതിൻ്റെ പാഡ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ട്. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൊട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാർണിംഗ് ലൈറ്റ് അങ്ങനെയൊന്നും വരില്ല. പക്ഷേങ്കിൽ പാഡ് തീരാനാവുമ്പോൾ സിഗ്നൽ അവിടെ കിട്ടില്ല. ഇതിൻ്റെ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് പാഡ് എടുത്തിരിക്കുന്ന ഔട്ടർ മാർക്കറ്റ് തന്നെയാണ്. ഈ സാംകോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. സെയിം നമുക്ക് ബെൻസിൻ്റെ അതിൻ്റെ അത്ര ക്വാളിറ്റി ഇല്ലെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാഡ് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാഡിൻ്റെ ഈ കട്ടയ്ക്കാണ് കൂടുതൽ ഇത്. എന്താ വെച്ചാൽ ഇതിൽ മെറ്റൽ കണ്ടന്റ് കൂടുന്തോറും നമ്മുടെ ബ്രേക്ക് ഡിസ്കിന് കംപ്ലൈൻറ്റ് കൂടുതലായിട്ടും വരും. ഇതിൽ കുഴപ്പമില്ല. നമ്മുടെ ടി വി എസിൻ്റെ പാഡൊക്കെ ബോഷിൻ്റെ പാഡും ടി വി എസിൻ്റെ പാഡും ഭയങ്കര വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ബോഷിൻ്റെ പാഡിന് മെറ്റൽ കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഒരു പാഡ് തീരുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിസ്കിൻ്റെ പകുതി തീർന്നു പോകും. അപ്പോൾ അതേപോലെ തന്നെ ടി വി എസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരില്ല. അതിൽ ആസ്പെറ്റോസിൻ്റെ ഒരു കണ്ടൻറ്റാണ് കൂടുതൽ വരുന്നത്. അതുപോലെയാണ് ഇത്. നമുക്ക് ഈ പാഡ് ഇട്ടാലും നമുക്ക് ഡിസ്കിന് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഇതിലിപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പാഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻസർ ഇതിൻ്റെ പാഡിൻ്റെ ഒപ്പം വരുന്നില്ല. അപ്പോൾ നമ്മൾ പഴയ സെൻസർ തന്നെ എടുത്ത് കയറ്റിയിരിക്കണം അതിനകത്ത്. ഇനിയിപ്പോൾ ഈ ബോൾട്ട് ടൈറ്റ് ചെയ്യണം. 2 കാലിപ്പറിൻ്റെ ബോൾട്ടും ടൈറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എഞ്ചിൻ മൗണ്ടാണ് ഇതിനകത്ത് നമുക്ക് മാറാനുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ പിസ്റ്റൺ പുള്ള് ചെയ്യുന്നതൊക്കെ സാധാരണ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്ത് പുള്ള് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സെൻസർ 1 സൈഡേ വരുള്ളൂ. റൈറ്റ് സൈഡ് മാത്രമേ സെൻസർ ഉണ്ടാവുള്ളൂ. ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇതിനകത്ത് സെൻസർ വരില്ല. ബ്രേക്ക് പാഡിൻ്റെ സെൻസർ, ഇൻഡിക്കേഷൻ സെൻസർ ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിനകത്ത് പാഡ് മാത്രം സെറ്റ് ചെയ്ത് വിട്ടാൽ മതി. കാലിപ്പറിൻ്റെ ബോൾട്ട് അഴിച്ചിട്ട് പാഡ് മാത്രം സെറ്റ് ചെയ്ത് വിട്ടാൽ മതി ഇതിനകത്ത്. ഇതിലൊരു ഫ്രണ്ടും ബാക്കും അപ്പുറത്തെയും സൈഡിന് വ്യത്യാസമുണ്ട്. ചെറിയൊരു മാർക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ മാർക്കാണ് പിസ്റ്റണിൻ്റെ ഭാഗത്തിന് വരേണ്ടത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡിലെ പാഡാണ് ഇത്. ഔട്ട് സൈഡിൽ ഫ്ലാറ്റ് ആയിരിക്കും. അത് ഔട്ട് സൈഡിൽ ഇടുക. ഇതിൽ പ്രത്യേകിച്ച് ഗ്രീസോ കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക, ഇത് ഗ്രീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മണ്ണും പൊടിയും ഇതിനകത്ത് കൂടുതൽ കയറി പിടിക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് കിട്ടുമ്പോൾ കിർക്കുന്നുള്ളൊരു സൗണ്ട് കൂടുതലായിട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിങ്ങൾ യാതൊരുവിധ ഗ്രീസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ട പാഡിനകത്ത്, ലെഗിനകത്തോ. അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫിലിം കോട്ടിൽ സിന്തറ്റിക് ഗ്രീസ് മാത്രം ഇട്ടാൽ മതി. നോർമൽ ഗ്രീസ് വലിച്ചു വാരി ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിക്ക് വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റും ഇതിനകത്ത് പൊടി പിടിക്കും, മണ്ണ് പിടിക്കും, പിന്നെ ആകെ സൗണ്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ഇതിനായിട്ടൊരു സിന്തറ്റിക് ഗ്രീസ് വരുന്നുണ്ട് പാഡിനായിട്ട്. അതൊരു ഫിലിം കോട്ടിൽ ഒരു ഓയിൽ മാതിരി ഉണ്ടാവും. ചെറിയൊരു തോതിൽ അളവിൽ മാത്രമേ അതിനകത്ത് ഇടാൻ പറ്റുള്ളൂ. ആ ഗ്രീസിൽ ഇത് മറ്റേ പൊടിയോ കാര്യങ്ങളൊന്നും അത് അങ്ങനെ പിടിക്കില്ല. അതുപോലെ പിസ്റ്റൺ ഇരിക്കുന്ന ഈ ഭാഗത്തൊന്നും നമുക്കൊരിക്കലും ഗ്രീസ് ഇടേണ്ട ഒറ്റ ആവശ്യം വരുന്നില്ല. മൂവ്മെൻറ്റ് പാർട്സിൽ ഇവിടെ മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഷെയ്ഡിൽ മാത്രം ഇട്ടാൽ മതി. ബാക്കി ഏത് സ്ഥലത്തും ഗ്രീസ് ഇടേണ്ട ആവശ്യമില്ല. ഞാൻ പല വണ്ടിയിലും കണ്ടിട്ടുണ്ട് ഈ സൈഡും പക്കായിട്ട് നിറയെ ഗ്രീസ് വാരിത്തേക്കും. അതുപോലെ തന്നെ പിസ്റ്റൻ്റെ റൗണ്ടിലും നിറയെ ഗ്രീസ് വാരിത്തേക്കും. അതിൻ്റെ ഒരു ആവശ്യമില്ല അതിനകത്ത്. അതുകൊണ്ട് യാതൊരു ഗുണം അതിനകത്തില്ല. നമുക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 പോയിന്റിൽ മാത്രം ഗ്രീസ് ആഡ് ചെയ്താൽ മതി. മൗണ്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കംപ്ലൈൻറ്റ് ഇതാണല്ലോ, ഈ മൗണ്ട് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് അതിൻ്റെ ഹൈഡ്രോളിക് കംപ്ലീറ്റും പോയിട്ട് ഫ്രീ ആയിട്ട് കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ ഗ്യാപ്പ് കണ്ടില്ലേ, ഇത്രത്തോളം ഒരു വിരലോളം ഉള്ളിൽ കിടക്കും. ഇതുണ്ടല്ലേ, ഉള്ളിൽ ഇത്രത്തോളം ഗ്യാപ്പ് ഉണ്ട്. അത് മാത്രമല്ല ഇത് കംപ്ലീറ്റ് പോയതാണ്. ഈ ഒരു ലൂസായിട്ട് പൊട്ടിക്കിടക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ
ഇതിൻ്റെ അലുമിനിയം മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റാണ് ഈ ബോഡിയിലേക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് വൈബ്രേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ നമ്മൾ ഐഡ്ലിങ്ങിലൊക്കെ നിർത്തുമ്പോൾ ഓന്ന് പറഞ്ഞ് മൂളിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ പുതിയ മൗണ്ട് എടുത്തിട്ടുണ്ട്. ഇത് അതർ മാർക്കറ്റാണ്, ഔട്ടർ മാർക്കറ്റാണ്, ഒറിജിനലല്ല. ഇതിൽ കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കണം. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടും തന്നെ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളിൽ ഒരു റബ്ബർ ബുഷ് വരുന്നുണ്ട്, ബ്ലാക്ക് കളർ. ആ ബുഷ് അതിൽ കറക്റ്റായിട്ട് ടെൻഷനായിട്ട് നിൽക്കുകയും ചെയ്യും. ഇതിന് യാതൊരുവിധ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല ഇതിനകത്ത്. അങ്ങനെ വേണം മൗണ്ട് കറക്റ്റായിട്ട് ഇരിക്കുന്നത്. ഇതിപ്പോൾ കംപ്ലീറ്റും പൊട്ടിപ്പോയതാണ്, പൊട്ടി ഉള്ളിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് പോയതാണ്. എന്തായാലും നമുക്ക് മൗണ്ട് മാറ്റാം അതിനകത്ത്. ഇത് സെറ്റ് ചെയ്യേണ്ട വേറെ ഒന്നുമില്ല. അതിന് മുകളിലൊരു ബോൾട്ട് ഉണ്ട്, അതുപോലെ താഴെ 2 13-ന്റെ ബോൾട്ട് വരുന്നുണ്ട്. അത്രേ ഉള്ളൂ ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഈസി ആയിട്ട് അഴിക്കാൻ പറ്റും. റൈറ്റ് സൈഡിൽ അഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻസറൊക്കെ കിടന്ന് മുട്ടുന്നുണ്ട്. അതായത് സൈലൻസറൊക്കെ അഴിച്ച് മാറ്റിയാൽ തന്നെ നമുക്ക് മൗണ്ട് അതിനകത്ത് നിന്ന് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഇതിൻ്റെ മൗണ്ട് മാറ്റാം. ഇതിൻ്റെ 3 ബോൾട്ട് അഴിച്ചെടുത്തതിന് ശേഷം ഒരു ജാക്ക്, ഇതുപോലെ ഹൈഡ്രോളിക് ജാക്ക് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബോൾട്ടിൽ, സമ്പിൻ്റെ ഒരു ബോൾട്ടിൽ ഏതെങ്കിലും വെച്ചൊന്ന് തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവും ഇന്ന് പുറത്തെടുക്കാനായിട്ട്. അതുപോലെ ടൈറ്റ് ചെയ്യുമ്പോഴും യാതൊരു ബുദ്ധിമുട്ട് ഇതിനകത്ത് വരുന്നില്ല. പക്ഷേ ഇപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഗ്യാപ്പില്ല. നമുക്ക് അഴിക്കാനായിട്ട് അഴിച്ചാലും ബോൾട്ട് അഴിച്ചാലും മൗണ്ട് പുറത്ത് വരാനായിട്ട് ഗ്യാപ്പില്ല. അതിനായിട്ട് നമുക്ക് ഈ സൈലൻസർ അസംബ്ലി കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ നിന്ന് ഈ താഴത്തെ ഈ ഒരു പീസ് വരെ അഴിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഈസിയായിട്ട് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സൈലൻസർ അഴിച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്തെ മൗണ്ട് കൂടെ മാറ്റാം. അതിനകത്ത് ശരി ഇതിൽ നമുക്കൊരു കട്ടിങ് മാർക്ക് വരുന്നുണ്ട്. 2 ലെഗ് ചെറുതാണ്, 1 ലെഗ് വലുതാണ്. ഇത് കയറാനായിട്ട് അതിനകത്ത് ഒരു കട്ടിങ് വരുന്നുണ്ട്. അതിലേക്ക് കറക്റ്റായിട്ട് ഇട്ടാൽ മതി. ഇതുണ്ടല്ലേ ഇതിൻ്റെ മൗണ്ടിൻ്റെ ലോക്ക് ഇടുമ്പോൾ കറക്റ്റ് ആ ഒരു ലെഗ് മാതിരി ഒരു സാധനം വരുന്നുണ്ട് ഇതിനകത്ത്. കണ്ടില്ലേ ആ സാധനം കറക്റ്റ് ആ ഒരു കട്ടിങ്ങിൽ കറക്റ്റായിട്ട് വീഴണം. എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. അത് പൊട്ട് പിടിക്കുകയൊന്നും ചെയ്യാതെ നോർമലി ഒന്ന് അങ്ങോട്ട് തള്ളി പിടിച്ചിട്ടൊന്ന് ആക്കിയാൽ മതി. കറക്റ്റായിട്ട് അതിനകത്ത് തന്നെ വീഴും. റൈറ്റ് സൈഡിലെ മൗണ്ട് അഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ കേസ്, അതുപോലെ ECM എല്ലാം അഴിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് സൈലൻസറിൻ്റെ ബോൾട്ട് അഴിച്ച് ആ സൈലൻസർ പുറത്തെടുത്താൽ മാത്രമേ ആ അടിയിലുള്ള ബോൾട്ട് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ECMൻ്റെ ഈ എല്ലാ ബോൾട്ടുകളും ഒന്ന് അഴിച്ചിട്ട് എയർ ഫിൽറ്റർ കേസും അഴിച്ച് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ എയർ ഫിൽറ്റർ കേസ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. എയർ ഫിൽറ്റർ കേസ് അഴിക്കാൻ ടോപ്പ് അഴിച്ച് അതിൻ്റെ എയർ ഫിൽറ്റർ അഴിച്ചിട്ട് ഒന്ന് പുള്ള് ചെയ്താൽ മതി, വരും. ഈസി ആയിട്ട് തന്നെ പുറത്തെടുക്കാൻ പറ്റും നമുക്ക്. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഗ്യാപ്പായി. ഈ സൈലൻസറിൻ്റെ ഇതാണ് നമുക്ക് മെയിനായിട്ട് അഴിക്കേണ്ടത്. ഈ ബോൾട്ട് അഴിച്ചിട്ട് അടിയിൽ ഒരു ബോൾട്ട്, ഇതുപോലെ ഒരു ബോൾട്ട് വരുന്നുണ്ട്. അത് അഴിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റും പുറത്ത് വരും. ആ പുറത്തെടുത്തതിന് ശേഷം നമുക്ക് ആ മൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് മാറാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് അഴിച്ചെടുക്കാം, പക്ഷേ അതിൽ പുറത്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ സൈലൻസറും കൂടെ അഴിച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലെ മൗണ്ട് അഴിച്ചിട്ടുണ്ട്. അതും സെയിം അവസ്ഥ തന്നെയാണ്, കംപ്ലീറ്റും പോയതാണ്. കണ്ടില്ലേ, ഇത് അപ്പുറത്തതിനേക്കാളും ഹെവി ആയിട്ട് പോയിട്ടുണ്ട്. ഇതിലുള്ളിൽ ഒരു പിടുത്തവും ഇല്ല അതിനകത്ത്. അല്ലേ, ഫ്രീ ആയിട്ട് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എൻജിൻ നല്ല സ്റ്റാർട്ടിങ്ങിലും ഓഫിങ്ങിലും നല്ല വൈബ്രേഷനും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഉള്ളിലേക്ക് നല്ല വൈബ്രേഷൻ വരും. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യാനിപ്പോൾ എൻജിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ്റെ ബെഡ് 2 മാറി, അതുപോലെ ബ്രേക്ക് പാഡ് മാറി, ജനറൽ സർവീസ് ചെയ്തു, ഫുൾ ചെക്കപ്പ് എല്ലാം ഫ്ലൂയിഡുകളും ടോപ്പപ്പ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഐഡ്ലിങ്ങിൽ വിടുമ്പോൾ പക്കയായിട്ട് ഉള്ളിലേക്ക് വൈബ്രേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു നല്ലൊരു വൈബ്രേഷൻ വന്നുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പം അത് പക്ക സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ശരിക്കും നല്ല സ്മൂത്തിൽ ഓടുന്നുണ്ട്. പക്ഷേ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് ആ എഞ്ചിൻ്റെ ചെറിയൊരു നോയ്സ് വരുന്നുണ്ട്. അത് എന്ത് ചെയ്താലും പോകില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. പക്ഷേ ആ വൈബ്രേഷൻ പക്ക പോയിട്ടുണ്ട്. ഉള്ളിലിരിക്കാൻ തന്നെ ഇപ്പോൾ ഒരു സുഖമുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐഡ്ലിങ്ങിൽ നിൽക്കുമ്പോൾ ഓന്ന് പറഞ്ഞ് വരിക. അതുപോലെ തന്നെ ഗിയർ ഓട്ടോമാറ്റിക് ഗിയറാണ്. ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സെക്കൻഡും തേർഡിലേക്കൊക്കെ പോകുമ്പോൾ ആ പോകുന്ന സമയത്ത് നല്ലൊരു വൈബ്രേഷനാണ് ഇതിനകത്ത് ഫീൽ ചെയ്തത്. ഇപ്പം അത് പക്ക സോൾവ് ആയിട്ടുണ്ട്, വണ്ടി പക്കയായിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി കസ്റ്റമർ തരുമ്പോൾ ചെറിയൊരു പുള്ളിങ്ങിന് ഒരു കുറവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിങ് ഇല്ലാന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ എയർ ഫിൽറ്റർ കേസ് അയച്ചപ്പോൾ എയർ ഫ്ലോ സെൻസറും കൂടെ അയച്ച് ക്ലീൻ ചെയ്തപ്പോൾ വണ്ടി നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് നല്ലൊരു റെസ്പോണ്ട് കിട്ടുന്നുണ്ട്. നമ്മൾ എത്രത്തോളം കാല് കൊടുക്കുന്നു അത്രത്തോളം സ്പീഡിൽ വണ്ടി പോകുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഒരു റെസ്പോണ്ട് അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം, ഈ എഞ്ചിൻ മൗണ്ട് മാറിയപ്പോൾ അതിൻ്റെ വൈബ്രേഷൻ പോയപ്പോൾ തന്നെ
വണ്ടി നല്ലൊരു ഫീലിംഗ് ആണ് വരുന്നത്. ഓടിക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ് ഫീൽ ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഒരു പെട്രോൾ വണ്ടി ഓടിക്കുന്നത് പോലെ സൈലന്റ് ആയിട്ട് പോകുന്നത്, ഒരു എഞ്ചിന്റെ സൗണ്ട് മാത്രം, ആ ഒരു സൗണ്ട് മാത്രം ചെറുതായിട്ട് വന്നിട്ട് കറക്റ്റായിട്ട് സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു ഫീൽ നല്ലോണം കിട്ടുന്നുണ്ട് ഇപ്പോൾ വണ്ടിക്ക്. അതുപോലെ തന്നെ ബ്രേക്കിങ്ങും സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല, പെഡൽ വൈബ്രേഷൻ ഒന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് പാഡ് മാറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നിലെ ബ്രേക്ക് പാഡ് മാറുമ്പോൾ ഡിസ്ക് പോളിഷ് ചെയ്തിടുക, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ വൈബ്രേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. പഴയ പാഡിൽ അങ്ങനെ ഇട്ട് ഓടുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. നമ്മൾ പാഡ് മാറ്റുമ്പോൾ ഒരു എന്താ പറയുക, വൈബ്രേഷൻ ഫീൽ ചെയ്യും. പെഡൽ കിടന്നിട്ട് പടപടപടാന്ന് പറഞ്ഞാൽ അടിക്കും. അതൊന്നും ഇപ്പം ഇതിനകത്തില്ല, പക്കയാണ്, നമുക്ക് പോളിഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.